കാലമായി നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. മഹാബലിയെ വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തിയിരുന്നില്ല. മഹാബലി തന്നെയാണ് ഇപ്പോഴും കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ബോറാകുമായിരുന്നു. കാരണം ഒരു ഒരു കൊച്ചു കുട്ടികൾക്കൊന്ന് സ്വപ്നം കാണാൻ പോലുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഒരു ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ സിവിൽ സർവീസിൽ കയറണമെന്നോ അല്ലെങ്കിൽ വ്യവസായി ആവണമെന്നോ അതല്ലെങ്കിൽ കൃഷി ചെയ്യണമെന്നോ ഒരു ആഗ്രഹം പോലും, ഒരു സ്വപ്നം പോലും, ഒരു സങ്കല്പം പോലും ഉണ്ടാവാത്ത ഒരവസ്ഥ. പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, ആശുപത്രിയുടെ ആവശ്യമില്ല. കാരണം കള്ളമില്ല, ചതിയില്ല, രോഗങ്ങളില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, കളിക്കുക, വീണ്ടും ഭക്ഷണം കഴിക്കുക, കളിക്കുക, ഉറങ്ങുക. എന്തൊരു ബോറായ ജീവിതവുമായി. അപ്പം ഈ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് എപ്പോഴും നയിക്കുന്ന ഒരു ഘടകമാണ് ഈ ഓണത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങളുടെ എല്ലാം കാരണം, എല്ലാ രീതിയിലും പ്രകൃതി ദുരന്തങ്ങളുടെ ആണെങ്കിലും അല്ലാത്ത സാമൂഹികമായ ദുരന്തങ്ങളുടെ ആണെങ്കിലും, നമ്മുടെ സാമൂഹികമായ ദുരന്തമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വളരെ ചെറുതാണ്. ഈ എല്ലാ ദുരന്തങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഓണക്കാഴ്ചയാണ്. അപ്പൊ നമുക്ക് കഥ കേൾക്കുമ്പോൾ നമുക്ക് രസമാണ്. ഒരു ചെറിയ കുഞ്ഞൻ വന്നു, ദാനശീലനായ മഹാബലി ചക്രവർത്തി, അദ്ദേഹം സമത്വസുന്ദരമായ ഒരു രീതിയിൽ നാട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജ്ഞാനപീഠം നേടി നമ്മുടെ ONV കുറുപ്പ് ഒരിക്കലൊരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി, നമ്മുടെ മലയാളിയുടെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് വിത്ത് പാകിയത് ഈ സമത്വസുന്ദരമായ രീതി കേരളം ഒരിക്കൽ ഭരിച്ചിരുന്ന ഈ ബലി ചക്രവർത്തിയാണെന്നൊക്കെ. അപ്പൊ ആ ഒരു ചക്രവർത്തിയെ നമ്മൾ ഒരു വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തും എന്ന് പറയുന്നത് പ്രകടമായിട്ട് നമുക്ക് ഭയങ്കര അനീതിയായിട്ട് തോന്നും. പക്ഷെ അസംഭാവ്യമായ ഒരു കഥയാണ് നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. അപ്പൊ ഇത് സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും സ്വീകാര്യമല്ല ഈ കഥ. അപ്പൊ സാമാന്യ ബുദ്ധിക്ക് സ്വീകാര്യമല്ലാത്ത ഈ കഥയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളത് ഓരോ വ്യക്തിയെയും, മലയാളി എന്ന് മാത്രമല്ല ഓരോ വ്യക്തിയെയും ചിന്തിപ്പിക്കാൻ വേണ്ടി, അവിടെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സങ്കേതം വരുന്നത്. ഈ കഥ എന്ന് പറയുന്നൊരു പൊതിയാണ്. ഈ പൊതിയെ നമ്മളെ കൊണ്ട് അഴിച്ചു നോക്കുമ്പോഴാണ് അതിനകത്തിരിക്കുന്ന അമൂല്യമായ ആ ഒരു നമുക്ക് രത്നം എന്ന് പറയാൻ പോലും പറ്റത്തില്ല. കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ മൂല്യമുള്ള ഒരു സംഗതി അതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ കാഴ്ച മഹാബലിക്ക് ഇല്ലാണ്ടായി. കാരണം മഹാബലിയുടെ എന്തുകൊണ്ടാണ് ഇത്ര ഒരു കൊടവയറിനും കൊമ്പം വീശക്കാരനും ഒക്കെ ആയിട്ടുള്ള ഒരു പൊണ്ണത്തടിയനായിട്ടുള്ള ഒരു രൂപത്തെ നമ്മളുടെ മുമ്പിൽ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു. ബലി ചക്രവർത്തി കേരളത്തിൽ ഭരിച്ചിട്ടൊന്നുമില്ല. പുരാണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ബലി ചക്രവർത്തി കേരളത്തിൽ ഭരിച്ചിട്ടില്ല. അദ്ദേഹം പശ്ചിമ ഭാരതത്തിലെ ഒരു പ്രദേശത്തെ ഒരു ചക്രവർത്തിയായിരുന്നു. നീതിവാനായിരുന്നു, നല്ല യോദ്ധാവായിരുന്നു. ആ യോദ്ധാവായ രാജാവിന്റെ ശരീര ലക്ഷണമല്ല മഹാബലി. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അവൻ തത്താബിത്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ചക്രവർത്തിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിന്റെ പിന്നില് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഒരു വലിയ തത്വത്തെ, ഗണിതശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ശാസ്ത്രബോധത്തിൽ ഒരുത്തർ കണ്ടെത്തിയ ദർശനത്തെ, അത് ദർശനമാണ്, തത്വചിന്ത അല്ല. ദർശനവും തത്വചിന്ത തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ദർശനത്തെ അതിമനോഹരമായ ഒരു കഥയിലൂടെ ഒരു ജനതയുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അവരുടെ ജീവിതത്തെ സുഖകരമാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ഐതിഹ്യമാണ് ഓണത്തിന്റെ പിന്നിൽ. അതിനെ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ദുരന്തങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഈ നമ്മൾ ഇപ്പോൾ കാണുന്ന ഓണക്കാഴ്ചയാണ് ദുരന്തത്തിന്റെ കാരണം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ബലി ചക്രവർത്തിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായി മാത്രം കാര്യങ്ങളെ കണ്ടു എന്നുള്ളതാണ്. മനുഷ്യന് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും കളിക്കാനും അവസരം ഉണ്ടാക്കിയാൽ പിന്നൊന്നും വേണ്ട എന്നുള്ള ഇതാണ് ഒരു രാജധർമ്മം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അജ്ഞത. അത് മനുഷ്യനെ കുറിച്ചുള്ള അജ്ഞതയാണ് ബലി ചക്രവർത്തിയെ നയിച്ചത്. അത് ബലി ചക്രവർത്തി തന്നെ മനുഷ്യനായിട്ട് ചക്രവർത്തിയാണ് എന്നുള്ള ഒരു ബോധത്തിൽ താൻ മനുഷ്യനാണ്, മനുഷ്യന്റെ ഗുണം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ കഴിയാതായി. ആ മനുഷ്യന്റെ ഗുണത്തിലേക്ക്, ആ ഒരു ഭൗതികമായ
ഒരു തലം മാത്രമല്ല, അതിനപ്പുറം അത് ഭൗതികമായ തലത്തിന് എപ്പോഴും പരിധിയുണ്ടാവും. അതുകൊണ്ടാണ് പരമാവധി വാരി വലിച്ചു തിന്നാൽ പോലും നമുക്ക് എന്താ പറയുക, സന്തോഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഉണ്ടാകാവുന്ന ഒരു തടിയാണ് ആ തടിയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ല മനുഷ്യന്റെ ചില ഗുണങ്ങളുണ്ട്. ആ ഗുണത്തിന് പരിധിയില്ലായ്മയുണ്ട്, അവന്റെ സാധ്യതയ്ക്ക് പരിധിയില്ല. അതുകൊണ്ടാണ് 2 അടി അളന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, പിന്നെ വാമനൻ 2 അടി അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു, 3-ാമത്തെ അടിക്ക് തല കാണിച്ചു. അപ്പൊ അവിടെ ആ തല കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു ബോധം ഉണരുകയാണ് ചെയ്യുന്നത്, മനുഷ്യന്റെ അസാധ്യമായ പരിധിയില്ലാത്ത ലോകത്തേക്ക്. സ്പേസ്, അവിടെയാണ് ആകാശം, മനുഷ്യന്റെ ഉള്ളിലെ ആകാശം പോലെ പരിധിയില്ലാത്ത ഒരു ആ അറിവിലേക്ക് ഉണർന്ന ആ നിമിഷമാണ് അദ്ദേഹം പാതാളത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് തല കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവിടെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ സാധ്യതയെ, അതായത് ഒരു രാജധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല, ഓരോ മനുഷ്യനെയും മനസ്സിലാക്കി ആ മനുഷ്യന്റെ സാധ്യതകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടെ ജീവിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ജീവിക്കുന്നതിന് അനുസൃതമാക്കി പരുവപ്പെടുത്തിയ ഒരു അതിമനോഹരമായ കഥയാണ് ഈ ഓണത്തിന്റെ പിന്നിലുള്ളത്. അതായത് അജ്ഞതയാണ് അറിവായിട്ട് തെറ്റിദ്ധരിച്ച് മഹാബലി ഭരിച്ചിരുന്നത്. ആ അജ്ഞതയാണ് അവിടെ ബലി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മഹാബലിയാവുന്നത്. അപ്പൊ അജ്ഞത കൊണ്ടാണ് നമുക്ക് ഈ അഹംഭാവം എന്ന് പറയുന്ന, അല്ലെ അഹങ്കാരം മുഴുവൻ ഉണ്ടാവും. ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ഞാൻ ഇന്ന ദേശക്കാരനാണ്, ഇന്ന ജാതിക്കാരനാണ്, ഇന്ന ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെയുള്ള ഈ ഒരു തെറ്റിദ്ധാരണ, ഈ അജ്ഞതയുടെ കിരീടം നമ്മൾ വഹിച്ചു നടക്കുന്നതിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവും. ആ അജ്ഞതയാണ് ചക്രവർത്തി ബലി കൊടുത്തിട്ട് ഓരോ മനുഷ്യനും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയുമ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള ഈ അജ്ഞതയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവിടെ മഹാബലിയായി മാറുകയാണ് ചെയ്യും. അങ്ങനെ ഓരോ വ്യക്തിയും മഹാബലിയായി മാറുക, പരിധിയില്ലാത്ത ലോകത്തേക്ക് മനുഷ്യന്റെ അസാധ്യമായ ശേഷികളിലേക്ക് ഉണരുക എന്നുള്ളതാണ് ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ദൗർഭാഗ്യവശാൽ എന്താണ് ഓണമെന്നോ ആഘോഷമെന്നോ നമുക്കറിയാതായി. അതുകൊണ്ടാണ് നമ്മൾ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായിട്ട് ഓണാഘോഷം വേണ്ടെന്ന് വെച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ, അജ്ഞതയിൽ നിന്നുണ്ടായ ഒരു തീരുമാനമാണ്. കാര്യം എല്ലാ ആഘോഷങ്ങളുടെയും, അത് ഓണമല്ല, ക്രിസ്മസ് അല്ല, ബക്രീദ് അല്ല, എല്ലാ ആഘോഷങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ അസുഖകരമായ അവസ്ഥയിൽ നിന്നും സുഖകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ വയനാട്ട് ദുരന്തത്തെ അതിജീവിച്ച ജനതയുടെ ജീവിതം വളരെ ദുഃഖപൂർണമായ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അവരെ സുഖത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതിന് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്ന അല്ലെങ്കിൽ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഈ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായത്. അപ്പൊ ഈ അജ്ഞതയുടെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും വരികയും വയനാട് ദുരന്തം പോലുള്ള ദുരന്തമുണ്ടായത്. നമ്മളിപ്പോ ഒന്ന് സാംസ്കാരികമായിട്ട്, സാമൂഹികമായിട്ട്, ചലച്ചിത്ര രംഗത്തായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിക്കോട്ടെ, ഏത് രംഗത്തെടുത്ത് നോക്കിയാലും ഇന്ന് കേരളം ഒരു സാമൂഹികമായിട്ടൊരു വലിയ ദുരന്തത്തിന്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ഘട്ടത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒക്കെ കാരണം ഈ നമ്മളിത് നിലവിൽ വെച്ചു പുലർത്തുന്ന, ആഘോഷിക്കുന്ന, മാധ്യമങ്ങളിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആഘോഷിക്കുന്ന ഈ ഒരു ഓണക്കാഴ്ചയാണ് ഈ അപകടത്തിനെല്ലാം കാരണമായി നിലകൊള്ളുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഉണരേണ്ട അടിയന്തര ഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന ഈ ഒരു വർഷവും. കാരണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ വരുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കാൾ നമുക്കത് പ്രവചിക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത മാറ്റങ്ങളാണ് വരാൻ. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ മലയാളി ഇത് തിരിച്ചറിഞ്ഞ് ഇത് അവന്റെ അനന്തമായ സാധ്യതകളിലേക്ക് ഉയരാനുള്ള ഒരു അവസരമാണ്. ആ അവസരമായിട്ട് നമുക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 24 ഓണത്തിനെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം അത് മലയാളിയുടെ ഭാഗത്ത് വന്ന് ചേർന്നിരിക്കുകയാണ്. കാരണം മലയാളിയെ പോലെ ഉണർന്നു കഴിഞ്ഞാൽ ഈ പരിധിയില്ലാതെ വികസിക്കാൻ പറ്റുന്ന ഒരു സമൂഹം വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ ഒരു ഓണക്കാഴ്ചയെ നമ്മളൊന്ന് മാറ്റി പുതിയ കാഴ്ചയിലേക്ക് നമ്മൾ മാറുകയും
ഓരോ വ്യക്തിക്കും മാവേലിയായി, മഹാബലി ആയി മാറാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഈ ഓണത്തെ മാറ്റിയെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്.